2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കേബിൾ TV ഫെഡറേഷൻ കൊച്ചി മേഖലാ സമ്മേളനം നടന്നു. കേബിൾ TV ഫെഡറേഷൻ കൊച്ചി മേഖലാ സമ്മേളനം നടന്നു. വില്ലിംഗ്ടൺ ഐലൻഡിലെ ഹോട്ടൽ ATSൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് R. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 22-ലാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 24 ഈ കൊല്ലം ലാസ്റ്റ് സമ്മേളനം നടക്കേണ്ടതായിരുന്നു. പലയിടത്തും സമ്മേളനങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ജനുവരി മാസത്തേക്ക് ആലോചിക്കുന്നത് തന്നെ. സംഘടനയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കേരളത്തില് കേബിൾ TV സംവിധാനം തുടങ്ങി കുറെ കഴിഞ്ഞ് ഒരു സംഘടന നിലവിലുണ്ടായി. ആ സംഘടന ഉള്ളപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് മേഖല പ്രവർത്തനം നടന്നിരുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. എറണാകുളം ജില്ലയിലാണ്. എനിക്ക് തോന്നുന്നു അന്ന് എറണാകുളത്ത് 2 മേഖലകളായിട്ട് ശക്തമായ നല്ല നിലയിൽ പ്രവർത്തിച്ചുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരു മേഖലാ സമ്മേളനം എന്ന് പറഞ്ഞാൽ KCOT ചെയർമാൻ TR സാനു സ്വാഗതം ആശംസിച്ചു. നമ്മുടെ ആദ്യകാല സമ്മേളനങ്ങൾ പ്രധാനമായിട്ടും നടന്നിരുന്നത് ATSലായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ATSലെ ഏറ്റവും വലിയ ഹാളിൽ ആ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റ് പ്രധാന സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരും അതിന്റെ ഭാരവാഹികളൊക്കെ വളരെ അത്ഭുതത്തോടുകൂടിയാണ് ആ കാലഘട്ടത്തിൽ നോക്കിയിരുന്നത്. കാര്യം ഒരു മേഖലാ സമ്മേളനം മന്ത്രിയോ MLAയോ അല്ലെങ്കിൽ അതിലേക്ക് മേലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യുക. ഒരു മേഖലാ സമ്മേളനം മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലെ. KCF കൊച്ചി മേഖലാ പ്രസിഡന്റ് AP റഷീദ് അധ്യക്ഷത വഹിച്ചു. സാധാരണ കേബിൾ TV കൊച്ചി മേഖലയുടെ സമ്മേളനങ്ങളെല്ലാം തന്നെ 2 MLAമാർ വരെ പങ്കെടുത്തുകൊണ്ടുള്ള ആദരിക്കലോടുകൂടി വളരെ സജീവമായിട്ട് പ്രകടനമായി വന്നുകൊണ്ടൊക്കെ രീതിയിലുള്ള സമ്മേളനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നത്. പക്ഷേ ഇടകാലങ്ങളിൽ നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ള ചില കുറവുകൾ നമ്മളെ പിന്നോട്ട് അടുപ്പിച്ചെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സംഘടനാ സമ്മേളനം എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സംഘടനയ്ക്കുണ്ടായിട്ടുള്ള കുറവുകൾ അത് പരിഹരിച്ചുകൊണ്ട് ഇനിയുള്ള കാലം എങ്ങനെ ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു പരിശോധനയാണ് സമ്മേളനം. ആ പരിശോധനയിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉയർത്തിക്കൊണ്ടുവരികയും സംഘടനയെ എങ്ങനെ മുന്നോട്ട് നയിക്കുക, അതോടൊപ്പം തന്നെ ബിസിനസിന് എങ്ങനെ ഗുണകരമായി സംഘടനയെ മാറ്റാം എന്നുള്ള ചർച്ചകളൊക്കെയാണ് നമ്മളെപ്പോലുള്ള ബിസിനസ് സംഘടനകളിൽ ഉയർന്നു വരേണ്ടത്. KCF കൊച്ചി മേഖലാ സെക്രട്ടറി VA ദാസ് മേഖലാ റിപ്പോർട്ടും KCF കൊച്ചി മേഖലാ ട്രഷററും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ MM നൌഫൽ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. KCF ജില്ലാ പ്രസിഡന്റ് KD കൃഷ്ണകുമാർ ജില്ലാ റിപ്പോർട്ടും KCF സംസ്ഥാന സെക്രട്ടറി CV ഹംസ സംസ്ഥാന റിപ്പോർട്ടും അവതരിപ്പിച്ചു. വേറൊരു സംഘടനയിൽ നിന്ന് മാറി വേറൊരു സംഘടന ഉണ്ടാക്കി വളരെ ശക്തമായിട്ട് സംസ്ഥാനത്താകെ കേരള വിഷൻ അല്ലെങ്കിൽ COAക്ക് ബദലായിട്ടൊരു സംവിധാനം ഉണ്ടാക്കി ഇവിടെ എത്തി നിൽക്കുന്നു. ആ സംഘടന എനിക്ക് എറണാകുളം ജില്ലയിൽ മാത്രം എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം സംഘടന നേരത്തെ പറഞ്ഞ പോലെ ഉദ്ഘാടകനും അധ്യക്ഷനും മറ്റുള്ളവരും പറഞ്ഞ പോലെ സംഘടനയെ ചലിപ്പിക്കുന്നത് ഓപ്പറേറ്റർമാരാണ്. പക്ഷേ സംഘടനയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഓപ്പറേറ്റർമാരുടെ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ സംഘടന എത്രത്തോളം VA ഷാജി, PG ബൈജു, CC വിനോയ്സ്, റാൽഫ് ലില്യൻ, സ്റ്റാൻലി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളുടെ 69, 70, 75 മെമ്പർഷിപ്പ് വരെ ഉണ്ടായ കാലഘട്ടത്തിൽ നിന്നും ചെറിയൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും പ്രവർത്തന മേഖലയിൽ വലിയ ഉഷാറുണ്ടായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓപ്പറേറ്റർമാരും അവരവരുടെ നിലനിൽപ്പിലേക്ക് മാറി. ഇന്റർനെറ്റിന്റെ വരവോടുകൂടി പ്രത്യേകിച്ച് 2025 ഒരു ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കാര്യങ്ങൾ വരും എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാഗ്യമെന്നോണം ജനങ്ങൾക്ക് മൊത്തം ബുദ്ധിമുട്ടായ കൊറോണ കേബിൾ ഓപ്പറേറ്റർമാരെ ദൈവത്തിന് തുല്യമായിട്ട് ഞാൻ കണ്ടു. പണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ തന്നെ സ്വന്തം ഏണി തോളയിൽ വെച്ച് കേബിൾ TV നടത്തിക്കൊണ്ടിരുന്ന ആ സമയങ്ങളിൽ
നമ്മളുടെ മേഖലയിലുള്ള ഒരു മീറ്റിംഗില്, ഒരു മാസം കൂടുന്ന മീറ്റിംഗില് നമ്മൾ അന്ന് കൃത്യമായിട്ട് എത്തുമായിരുന്നു. നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത്, അതേപോലെ തന്നെ നമ്മളുടെ പ്രവർത്തകരായിട്ടുള്ള അവരും നമ്മളുടെ ബിസിനസിനെ കുറിച്ചും, പുതിയ ഓരോ ദിവസവും ചെല്ലുന്തോറും നമ്മളുടെ ബിസിനസ് അതിന് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ചർച്ച ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഭാരവാഹികളായി പ്രസിഡന്റായി സ്റ്റാൻലിയെയും സെക്രട്ടറിയായി ഓബ്രിയെയും ട്രഷററായി നൌഫലിനെയും തെരഞ്ഞെടുത്തു. അബു വൈസ് പ്രസിഡന്റാണ്. ആസാദ് ജോയിന്റ് സെക്രട്ടറിയായി. സജീവൻ, റഷീദ്, ദാസ്, കെ ഡി കൃഷ്ണകുമാർ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.